ഇന്ന് ചൂണ്ടിടാനായിട്ട് ഇതേ നമ്മുടെ സംഭൂരത്തെ പൂവത്തുംകടവ് പാലത്തിന്റെ താഴെട്ടാ വന്നിട്ടുള്ളത്. ഇന്ന് ചെറിയ ഹുക്കിൽ ചെമ്മീൻ ഇട്ടിട്ടാ ചൂണ്ടിടാനായിട്ട് ഉദ്ദേശിക്കണേ. അപ്പൊ ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിരിക്കും കിട്ടണത്. അത്യാവശ്യം കരിമീനൊക്കെ ഉള്ള ഒരു സ്പോട്ട് ഉണ്ട് ഇത്. പക്ഷെ കരിമീനുള്ള തീറ്റയൊന്നും ഇന്ന് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ കണിയും വരലിനിട്ടാ ആദ്യം തന്നെ കിട്ടിയത്. തീരെ ചെറിയ ഹുക്കായോണ്ട് തന്നെ പെട്ടെന്ന് കയറി കൊളത്തുന്നുണ്ട് കേട്ടാ. ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനുണ്ട് ഇത്. അപ്പണ്ടാ കൂട്ടുകാരൻ്റെ ചൂണ്ടയിൽ ദേ ഈ ഒരു സാധനം കയറി അടിച്ചിട്ടുള്ളത്. പഫർ ഫിഷ് ഉണ്ടാ. ഈ സാധനത്തിനെ തറയിലിട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ബോൾ പോലെ വീർക്കാൻ തുടങ്ങും. പിന്നെ ഇതിന്റെ ഹുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കടി കിട്ടൂട്ടാ. അത് കഴിഞ്ഞപ്പോൾ അതെ ചെറിയൊരു പൈച്ച് കയറി അടിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇതിനെ പൂഴ എന്നൊക്കെ ഉണ്ടാ പറയണത്. പുഴമീനുകളിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീനുണ്ടാ. ചെമ്മീനിട്ട് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ആ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും ഇത് ഓടിയൊന്ന് പിടിക്കൂട്ടാ. ഇങ്ങനെ ഇടവിട്ട് പൂഴാനെയും പരലിനൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ചെറിയ ഹുക്കിൽ ചെമ്മീൻ തൊലി കളഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. അതാണ് ഈ ഞങ്ങൾ പെട്ടെന്ന് കയറി ഹുക്കാവണത്. ദേ ഒരു പൈച്ചയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടാ. ചെമ്മീനിട്ട് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് പിടിക്കാനായിട്ട് അധികം വെയിറ്റ് ഒന്നും ചെയ്യണ്ട കേട്ടാ. ചടപടയെന്ന് കയറി അടിക്കും. നമ്മുടെ തോട്ടിലെയും കുളത്തിലെയൊക്കെ കരിപ്പീടയുടെ സ്വഭാവം ഉണ്ടാ ഈ പൈച്ചയ്ക്ക്. ചെമ്മീൻ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു നിക്കക്കളി ഉണ്ടാവില്ല. ഒരിടത്തരം സൈസ് ഉണ്ടാ. ഇന്ന് ഇങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ ഉണ്ടാ നമുക്ക് ഫുള്ള് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കണ്ട ചൂണ്ടയെ കുരുങ്ങിയിട്ട് ഈ ഒരു ഞണ്ട് മോളിലേക്ക് കയറി വന്നത്. നമ്മുടെ ഫ്രണ്ട് ദേ അതിനെ കവറിലാക്കാനുള്ള തത്രപ്പാടിലുണ്ടാ. സാധനം കടിയിട്ടുടക്കിയത് ചെറുതല്ലേ. വലിയ പരിചയമില്ലാത്തവർക്ക് ഇതിനെ പിടിക്കണത് ഒരു ടാസ്ക് തന്നെ കേട്ടാ. നല്ല കടി കിട്ടും ഇതിൻ്റെ. അങ്ങനതെ പുള്ളിക്കാരൻ അതിനെ ഒരുവിധം കവറിലാക്കിയിട്ടുണ്ട് കേട്ടാ. അതിനെ കെട്ടി ഒരിടത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതുവരയ്ക്കും നമുക്ക് ഈ കണിയമ്പരലിനെയും പിന്നെ പൈച്ചിനെയും കേട്ടാ കിട്ടിയിട്ടുള്ളത്. കണിയമ്പരലാണ് സാധാരണ എന്തെങ്കിലും വെറൈറ്റി മീനുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് ഇതുവരെ വേറെ ഒന്നിനെയും കിട്ടിയിട്ടില്ല. ദേ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത്ര മീനുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ദേ ഇതുണ്ടാ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വെറൈറ്റി മീൻ. വിഴുങ്ങിയത് ചെറിയ ഹുക്കിടുമ്പോൾ കുഴപ്പം ഈ മീനെ ഇവിടെ കല്ലം കോരാന്നിട്ടാ പറയാറുള്ളത്. പക്ഷെ വിഴുങ്ങുത് പിടിച്ചതറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ദേ ഒരു കണിയമ്പരലിനും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂർ മേലെ ആയിട്ടുണ്ട് കേട്ടാ. ഒരു അത്യാവശ്യം മീനുകളൊക്കെ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. കണിയമ്പരല്, പൈച്ചി, കല്ലങ്കോര ഈ 3 ഐറ്റം ഉണ്ട് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ഞണ്ടിനെയും കിട്ടിയിട്ടുണ്ട്. ദേ ഒരു വെറൈറ്റി ഐറ്റം കൂടെ കയറിയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ പേര് പ്രായലെന്നോ മറ്റോ കേട്ടാ, കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. അപ്പൊ ഇതിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇന്നത്തെ ചൂണ്ടിടല് പയ്യനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നതേ ഏകദേശം 1/4 മണിക്കൂർ കൊണ്ട് ഇത്രയും മീനിട്ട കിട്ടിയിട്ടുള്ളത്. കൂടുതലും നമ്മുടെ കണിയമ്പരലിനിട്ട കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം കരിമീനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കരിമീനുള്ള തീറ്റയായിട്ട് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.